ഇന്നത്തെ ദിവസം ഒരു ഉപ്പുമാവിലൂടെയാണ് കേട്ടോ തുടങ്ങിയത്. എണീറ്റുടനെ പല്ലൊക്കെ തേച്ചിട്ട് ഉപ്പുമാവ് കഴിച്ചു. പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ പറമ്പിൽ പോയിട്ടോ. കാരണം നമുക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. മോട്ടർ കേടാണ്, അതുകൊണ്ടാണ് കേട്ടോ വെള്ളമില്ലാത്തത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഒരു കുളമുണ്ട്. വേനൽക്കാലത്ത് കുഴിച്ചതാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്കങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ മഴയൊക്കെ വന്നിട്ട് നല്ലപോലെ നിറഞ്ഞു നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ പോവാണ് കേട്ടോ. അതിൻ്റെ കൂടെ അമ്മ പറഞ്ഞു കുടിക്കാനുള്ള വെള്ളവും കൂടെ എടുത്തിട്ട് വരണമെന്ന്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്, കാരണം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നമുക്കെന്തായാലും കുടിക്കാൻ വെള്ളം എടുക്കണമല്ലോ. മുമ്പൊക്കെ ഞങ്ങൾ കൂടുതലും കുളത്തിൽ നിന്നായിരുന്നു കേട്ടോ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ കുളത്തിനൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പേടിയാണ്. മുമ്പൊക്കെ ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മുമ്പ് നടന്നുകൊണ്ടിരുന്ന വഴികളാണ് കേട്ടോ. ഇപ്പം ഇതിലൂടെ ആരും പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് മൊത്തം കാട് പിടിച്ചിട്ടാണ് ഉള്ളത്. ഇത് കുളത്തിലെ വെള്ളം നോക്കി എന്ത് രസമാണ്. നല്ല കളറുണ്ട് കേട്ടോ, നീല കളർ പോലെയുണ്ട്. അപ്പം ഞാൻ പോയി കുറച്ച് സമയം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു കേട്ടോ. പിന്നെ പേടിയുണ്ട്, ഇപ്പം എല്ലായിടത്തും മണ്ണിടിച്ചിലൊക്കെ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ എൻ്റെ ഒരു കസിനെയും കൂട്ടിയിട്ട് വന്നിട്ട് ശരിക്കും എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പോയി നിന്നു. എന്നിട്ട് കുറച്ച് സമയം അപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ ഒരു മടിയായി കേട്ടോ. കുറച്ച് സമയം നിന്നുള്ളൂ അവിടെ. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ എടുത്തിട്ട് ഞങ്ങൾ വേഗം വന്നു കേട്ടോ. ഇപ്പോഴും ഇങ്ങനെയൊക്കെ വെള്ളം എടുക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. നമ്മളിതിനെക്കാളും താഴെ, കുറേ താഴെ പോകണം കേട്ടോ ഞങ്ങൾക്ക് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള വീട്ടിലെ പെൺകുട്ടികളൊക്കെ കൂടി ഒരുമിച്ച് വെള്ളം എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വെള്ളം എടുക്കാനൊക്കെ പോകും. എന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ മഴ കൂടിയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം വന്നു കേട്ടോ. വരുന്ന വഴിയിൽ നമ്മളൊരു സാധനം കണ്ടു കേട്ടോ. ഇത് നമ്മുടെ ഈ പൂവിന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഹനുമാൻ കിരീടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹനുമാൻ കിരീടം, കൃഷ്ണകിരീടം അങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ഹനുമാൻ കിരീടം എന്നാണ് പറയുക. പിന്നെ നമ്മുടെ ഓണക്കാലത്ത് കൂടുതലും ഞങ്ങൾ തപ്പി നടക്കുന്നൊരു പൂവാണ് കേട്ടോ ഇത്, ഹനുമാൻ കിരീടം. ഇതെന്തായാലും മസ്റ്റായിട്ടും ഉണ്ടാവും. അത്തപ്പൂക്കളത്തിൽ എന്തായാലും ഈ ഒരു പൂവുണ്ടാവും. അപ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ പേര് നിങ്ങൾ ഹനുമാൻ കിരീടം എന്നാണോ പറയുന്നത്? ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. കാരണം മഴ വന്നിപ്പോൾ നല്ലൊരു മഴ വന്നതുള്ളൂ. അപ്പോൾ ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്നതിൻ്റെയാണ് കേട്ടോ. അപ്പുറത്തെ വശത്തോടെ അതിലൂടെയും വെള്ളം ഒഴുകുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഭയങ്കര സൗണ്ട്. എന്നാൽ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേക്ക് ചേച്ചി ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വലിയ കുറേ സ്ഥലമൊന്നുമില്ല. പിന്നെ നമ്മുടെ താഴെ തറവാട്ട് വീട്ടിൽ ഇപ്പോൾ ആരും താമസിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവിടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായി അവരവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ സിറ്റ് ഔട്ടിൽ കുറേ അഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയിലുള്ള 2-3 വീട്ടുകാർ അവിടെ തന്നെയാണ് കേട്ടോ വിരിച്ചിടുന്നത്. അപ്പോൾ ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ എടുത്തിട്ട് നമ്മുടെ വിരിച്ചിടാനുള്ള തുണി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കയറിയാൽ മാത്രമേ എത്തുള്ളൂ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ തേക്ക് കണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരി വെച്ചിട്ട് നമ്മൾ പണ്ടൊരു കാര്യം ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു അതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരച്ച് നോക്കുമ്പോൾ ഒരു ബ്ലഡിൻ്റെ കളറാവുന്നത് നമ്മളങ്ങനെ മുമ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ അതൊന്ന് കുറച്ച് ചെയ്ത് നോക്കി കേട്ടോ. പണ്ടത്തെ കാലത്തേക്ക് പോകാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ കുട്ടിക്കാലത്ത് ചെയ്ത കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഉണ്ടച്ചമ്മ വന്നത്. ഉണ്ടച്ചമ്മ വന്നിട്ട് നമുക്ക് കൊരട്ട മുളച്ചത് പറിച്ചു തന്നു കേട്ടോ. കൊരട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കശുവണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അതിനെ കൊരട്ട എന്നാണ് പറയുക. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. കശുമാവ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മളെടുക്കാൻ വിട്ടുപോയ കൊരട്ടയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ മുളച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് തപ്പിയപ്പോൾ കുറച്ച് 4-5 കിട്ടി കണ്ടോ. കുറച്ച് മുളച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് മുറിച്ചിട്ട് തിന്നാം. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ടായിരിക്കും, കാരണം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇത്. പിന്നെ ഇങ്ങനെ തപ്പി നടന്ന് കഴിക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല.
പിന്നെ നമ്മളിത് കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കും കേട്ടോ. ഇത്ര പച്ചയല്ല, ഇത് മുളച്ചതല്ല, നല്ല മുളച്ച് വരുന്ന സമയത്തുള്ള അത് കറി വെക്കാൻ വേണ്ടി എടുക്കും. പിന്നെ ഉണങ്ങിയതുണ്ടെങ്കിൽ അത് കറി വെക്കാൻ വേണ്ടി എടുക്കും കേട്ടോ. സിഗരറ്റ് പിന്നെ കഞ്ചാവ് അതൊന്നല്ലല്ലോ ഇത് ചപ്പും വെറ്റില്ലല്ലോ. അപ്പോൾ വെറ്റില ഞങ്ങൾക്ക് പിന്നെ എന്തായാലും പീടികയിൽ കിട്ടും. പിന്നെ അതെല്ലാം പിന്നെ ഞങ്ങൾ അങ്ങനെ മേടിക്കലില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതെങ്കിൽ തിന്നല്ല, ചപ്പും വെറ്റില്ലല്ലോ. ഇത് വാങ്ങിച്ചെടുക്കാൻ പൈക്കുള്ളല്ല കഞ്ഞി. ഇതുണ്ടെങ്കിലും കഞ്ഞി വേണ്ട. രാവിലെ അത് ഇരിക്കുക, ഇങ്ങനെ ചവക്കുക തുപ്പുക, പണിയില്ല, പണിക്ക് പോണില്ല. പിന്നെ നമ്മൾ ഉണ്ടച്ചമ്മയുടെ വർത്താനം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതെൻ്റെ അമ്മായിയുടെ വീടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടച്ചമ്മ ഉണ്ടായിരുന്നു. ഉണ്ടച്ചമ്മയോട് കുറച്ച് സമയം വർത്താനം പറയാമെന്ന് വിചാരിച്ചിട്ട്, ഉണ്ടച്ചമ്മയ്ക്കാണെങ്കിൽ വീഡിയോയിൽ വരുന്നതൊന്നും വലിയ നാണക്കേടൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മായിക്കൊക്കെ വീഡിയോയിൽ വരുന്ന ഭയങ്കര നാണക്കേടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവർ പച്ച ചക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പച്ചച്ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തരുമെന്നൊക്കെ ചോദിച്ച് അവിടെ നിൽക്കുകയാണ്. തരുമെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പോയി എടുത്താൽ മതി. എന്നാലും നമ്മളൊന്ന് ചോദിക്കണമല്ലോ. അങ്ങനെ നമ്മൾ പച്ചച്ചക്ക തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നിന്നത്. പിന്നെ അവരോട് കുറച്ച് സമയം സംസാരിക്കാമല്ലോ. പച്ചച്ചക്ക തിന്നു. ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ നമ്മുടെ ശബ്ദമൊക്കെ മാറുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഒരുപാട് വോയിസ് കൊടുക്കുമ്പോൾ നമ്മുടെ സൗണ്ടൊക്കെ ഇങ്ങനെ മാറിയ പോലെ തോന്നും. കുറേ സമയം സംസാരിക്കണമല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ മുള്ളൻചക്കയുടെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആത്തച്ചക്ക എന്ന് ഉള്ളാത്തന്നൊക്കെ പറയുന്നതായിരിക്കുന്നത്. പിന്നെ ഈ സാധനം കണ്ടോ, ഈ അട്ട, ഈ കറുത്ത അട്ട ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ഇതാണ്. ഇതിനെ കാണുമ്പോൾ തന്നെ ഭ്രാന്ത് കയറും. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയപ്പോഴത്തേക്കും അച്ഛനല്ല ഏട്ടനും അമ്മയും കൂടെ വിറകിൻ്റെ പണിയായിരുന്നു കേട്ടോ. വിറകൊക്കെ നമ്മൾ സൈഡാക്കി വെച്ചാണ്, എന്നാലും കുറച്ചൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവർ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് മാങ്ങ പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവർ അച്ചാറിടാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു. അച്ചാറിടാനല്ല, പറിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ മേലെ കയറി പറിക്കാനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർ തോട്ടിയിട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ടതാണ് കേട്ടോ താഴേക്ക്. കാരണം ഇവർക്ക് മുറ്റത്ത് പന്തലിടാനുണ്ട്. അപ്പോൾ പന്തലിടുന്ന സമയത്ത് ഈ മാങ്ങ പറിച്ചില്ലെങ്കിൽ പന്തലിൻ്റെ മേലേക്ക് മാങ്ങയൊക്കെ വേണ്ടിയിട്ട് ഇതായിപ്പോവും, ഷീറ്റൊക്കെ കയറിപ്പോവും. അപ്പോൾ അതിന് മുമ്പേ അവർ ആ മാങ്ങയൊക്കെ പറിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ വന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ പച്ച മാങ്ങയല്ലേ, നമ്മളെന്തായാലും വാങ്ങിക്കുമല്ലോ. അങ്ങനെ പോയി നമ്മൾ കുറച്ച് മാങ്ങ നമുക്കും കിട്ടി കേട്ടോ. അതിൻ്റെയൊക്കെ കുഞ്ഞൂട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ പിറകെ തന്നെയുണ്ട്. പിന്നെ മാങ്ങ ആയതുകൊണ്ട് അവർക്ക് വേണ്ട മാങ്ങ എടുത്തോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ നമുക്ക് ആവശ്യമുള്ള മാങ്ങയൊക്കെ പെറുക്കിയെടുത്തു. പിന്നെ ഇവിടുത്തെ വല്യമ്മക്ക് ഇഷ്ടംപോലെ മാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ വല്യമ്മയുടെ പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊട്ട നിറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ കണ്ടപ്പോൾ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ നമ്മൾ അതിൽ നിന്നൊരു മാങ്ങ എടുത്തിട്ട് കഴുകിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, നല്ല മണമുള്ള മാങ്ങയാണ്. അങ്ങനെ കഴിച്ചു. പുളി അങ്ങനെ വലിയ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നല്ലപോലെ കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞൂട്ടന് മാങ്ങ കണ്ടപ്പോൾ വേഗം ഓടി വന്നു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് അവന് തന്നെ കൊടുത്തു ഞാൻ. ഹലോ ഗൈസ്, നമ്മൾ എവിടെ പോകുന്നു കുഞ്ഞിട്ടാ? തോട്ടിലല്ല, ഞങ്ങൾ റബ്ബറിൽ വെള്ളം ഒഴുകുന്നിടത്തേക്ക് പോകുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാനേ തോന്നില്ല കേട്ടോ. എങ്ങോട്ടെങ്കിലും പോകണം, ഒന്നുകിൽ നമുക്ക് അറിയുന്ന സ്ഥലത്തൊക്കെ പോകണം. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ റബ്ബറിലാണ്. റബ്ബറിൽ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്, ചെറുതായിട്ട് ഒഴുകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ റബ്ബറിൻ്റെ കുറച്ച് മേലെ ഭാഗത്തായിട്ട് ഒരു കുളമുണ്ട്, തോട്ടത്തിലൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളം നിറഞ്ഞൊഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രസമാണ്, റബ്ബർ തോട്ടത്തിലൂടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എത്തിയ ഉടനെ പിള്ളേർ അവരുടെ പണി തുടങ്ങി. മീൻ പിടിക്കാനാന്ന് പറഞ്ഞിട്ട്
ഷോളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അവർ വന്നത്. അപ്പോൾ അവർ വന്ന ഉടനെ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ കൗതുകത്തോടെ നോക്കുകയാണ് കേട്ടോ. കൗതുകത്തോടെ നോക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരു നിമിഷം പോലും വീട്ടിലിരുന്നിട്ടുണ്ടാവില്ല. വെക്കേഷൻ ടൈമൊക്കെ ആയാൽ നമ്മൾ എവിടെയെങ്കിലും പറമ്പിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. പാവം അവർ 2-3 പ്രാവശ്യം പിടിച്ച് നോക്കിയിട്ടോ, എന്നിട്ടും കിട്ടിയിട്ടൊന്നുമില്ല. എന്നിട്ട് അവർ നിർത്താനൊന്നുള്ള ഭാവമൊന്നുമില്ല. അങ്ങനെ ഒടുവിൽ അവർക്ക് കിട്ടിയിട്ടോ, ഒരു മീൻ കിട്ടിയിട്ടോ. അങ്ങനെ ആകാംക്ഷയോടെ ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു പരൽ മീനില്ലേ, അതാണ് കേട്ടോ. അങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞത്. എനിക്ക് ഈ മീനിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം അങ്ങനെ അവർക്കത് കിട്ടി കേട്ടോ. അപ്പോൾ കുഞ്ഞൂട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്നത് കാണുന്നത്. അവന് ഭയങ്കര സന്തോഷം. മീൻ ചത്തിട്ടാകുമ്പോൾ അവന് കയ്യിലെടുത്ത് കാണിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടീസിൻ്റെതാ, നമ്മുടെ ദിയക്കുട്ടിയും കുഞ്ഞൂട്ടനാണ് കേട്ടോ. അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിങ്ങിണിതായി വാൽമാക്രി, ഞങ്ങളിതിനെ വാൽമാക്രി എന്നാണ് പറയുന്നത്, അതിനെ പിടിച്ചോണ്ട് വന്ന് എനിക്ക് കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിനി കുറച്ച് മീൻ പിടിക്കാം. നമ്മുടെ പൊടിമീനില്ലേ, നല്ല കുഞ്ഞി പൊടിമീൻ, കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളത്തിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. അങ്ങനെ 2 മീൻ എനിക്ക് കിട്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തൊന്നും വെക്കുകയൊന്നുമില്ല, അപ്പം തന്നെ അതിനെ കളയും. ജസ്റ്റ് വെറുതെ എത്ര മീൻ കിട്ടും അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ 2 മീനിനെ എനിക്ക് കിട്ടി. പിന്നെ കുഞ്ഞൂട്ടന് അവനും മീൻ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവനും പിടിച്ചു കേട്ടോ 2 എണ്ണം. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ. നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. പറ്റുന്ന സമയത്തൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുക, അത്ര തന്നെ. പിന്നെ അവരെ ഒരുപാട് സമയം വെള്ളത്തിൽ നിർത്തിയാൽ എനിക്കായിരിക്കും പിന്നെ ബുദ്ധിമുട്ട് കേട്ടോ. അതിനിടയ്ക്കാണ് കേട്ടോ ഈ തോടിൻ്റെ അല്ല ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ കുഴി കേട്ടോ. അതിലാണ് നല്ല ഉറവയാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെള്ളത്തിലൂടെയൊക്കെ നടക്കുന്ന വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഒരു വേറെ വീഡിയോ ആയിട്ട് ഇടാമല്ലോ, അതുകൊണ്ടൊന്നല്ല കേട്ടോ, എല്ലാവരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇവർക്കാണെങ്കിൽ വെള്ളത്തിൽ കളിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. പോവാന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഇവരാണെങ്കിൽ ഇവിടെ കുറച്ച് അവർക്ക് ജസ്റ്റ് മുങ്ങാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ അതിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ കുറച്ച് വീഡിയോ എടുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ട് അവരാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് വരുമ്പോൾ ഇതും വേറൊരു പാത്തി കിട്ടിയ സ്ഥലം കണ്ടു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ജസ്റ്റ് ചെറുതായി നനഞ്ഞതാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നല്ല പൈനാപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്ന് ഞങ്ങൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അത് കഴിച്ചു കേട്ടോ. പിന്നെ ഈ പൈനാപ്പിളിനെ ഞങ്ങൾ മുണ്ടച്ചക്ക എന്നാണ് കേട്ടോ പറയുക, കൈതച്ചക്ക എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ഉള്ളവർക്ക് അറിയായിരിക്കും, മുണ്ടച്ചക്ക എന്നും കൂടെ ഞങ്ങൾ പറയും കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് കുഞ്ഞ് പറഞ്ഞത് മുട്ടപ്പഴം ഉണ്ടെന്ന്. മുട്ടപ്പഴം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, എല്ലായിടത്തും അതിന് മുട്ടപ്പഴം എന്നാണ് തോന്നുന്നു പറയുന്നത്. കുഞ്ഞിന് വെള്ളം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വശത്തായിട്ട് മുട്ടപ്പഴത്തിൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി മുട്ടപ്പഴം പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ, പക്ഷേ ഈ പഴമൊന്നും ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാനിപ്പോൾ കുറേ കാലമായി കഴിക്കാതെ, അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പോയി എത്തുന്ന പോലെ ഒരു കമ്പെടുത്തിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് 2 മുട്ടപ്പഴം ഞാൻ പറിച്ചിട്ടു കേട്ടോ. അത് നോക്കാനാണെങ്കിൽ താഴെ ഭയങ്കര വീണ് കിടക്കുന്ന അവിടുത്തെ മൊത്തം കാട് പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് അധികം റിസ്ക് ഒന്നും എടുക്കാൻ നിന്നില്ല, വേഗം തന്നെ പറിച്ചിട്ട് നമുക്ക് കിട്ടിയ 2 എണ്ണം എടുത്തിട്ട് ഞാൻ വന്നു കേട്ടോ. ഈ മുട്ടപ്പഴം ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ കഴിക്കാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. പക്ഷെ നമുക്ക് കിട്ടിയത് പച്ചയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പഴുപ്പിച്ചിട്ട് കഴിക്കാമല്ലോ, കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ലേ. അതിനിടയ്ക്ക് നല്ല ഉറുമ്പ് കടിയും കൂടെ കിട്ടി കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വന്നു. ഇതിൻ്റെ കുരു കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതവിടെ വീണ് കിട്ടിയതാണ്, ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ. നമ്മുടെ ഈ ചുമന്ന ചീര ഉണ്ടല്ലോ, ഞങ്ങൾ മുമ്പ് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, കറിയല്ല തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട്, ആർക്കും വേണ്ടാതെ, ആരും എടുക്കുന്നൊന്നുമില്ല എന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ അതും കൂടെ ഓർമ്മ വന്നു. നമ്മൾ ചക്കക്കുരുവിലൊക്കെ ഇട്ട് ചീരത്തോരൻ വെക്കൂലേ, അതുപോലെ തന്നെ വെക്കാനൊക്കെ ഇത് രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടപ്പഴവും പറിച്ചിട്ട് നമ്മൾ നേരെ
വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയും ബന്നും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബന്നും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന മുട്ടപ്പഴമില്ലേ, അത് നേരത്തെ ഓൾറെഡി ഒന്ന് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ, നല്ലപോലെ പഴുത്തിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. നമ്മൾ നേരത്തെ പറിച്ചത് പച്ചയാണല്ലോ, അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കഴിച്ചു. ഒരു ഭാഗം കേടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു ഭാഗമാണ് എടുത്ത് കഴിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ നമ്മൾ വാങ്ങി കഴിക്കുന്ന ഫ്രൂട്ട്സിനൊക്കെ കാളും എത്രയും നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന് നല്ല എന്തെങ്കിലും പോഷക ഗുണങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവുമല്ലോ, നാടൻ പഴങ്ങളല്ലേ. ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അടിക്കാനും പിന്നെ ചോറ് കറികളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ നമ്മൾ. ഇന്ന് പിന്നെ മഴ കുറവായിരുന്നു കേട്ടോ, അപ്പോൾ നമുക്ക് വെള്ളം കിട്ടിയതും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ എനിക്ക് വെള്ളത്തിന് പോകേണ്ടി വന്നു കേട്ടോ. പമ്പയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ രാത്രി പ്രത്യേകിച്ചൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല. മാള് വരുമ്പോൾ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ നൈറ്റ് തുടരും ഫിലിമൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.